സ്റ്റാർട്ടിംഗിൽ എന്തുവായിരുന്നു നമ്മുടെ മെനു? മെനു മീൻസ് ആ സമയത്ത് 1970 അല്ല, അപ്പൊ ചായ കടികൾ മാത്രം ഉണ്ടായിരുന്നു. ഫസ്റ്റ് തുടങ്ങി 80-ലല്ലേ നമ്മുടെ ഹോട്ടൽ തുടങ്ങിയത്. ഫസ്റ്റ് തുടങ്ങിയത് അച്ഛൻ പലചരക്ക് പച്ചക്കറി ആയിട്ടാണ്. 2 വർഷം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് 80s-ലാണ് ഇത് സ്റ്റാർട്ടിങ് ഒന്നും. അപ്പൊ ഊണൊന്നുമില്ല, ചായ കടികള്, പിന്നെ ഉപ്പുമാവ്. വളരെ തുച്ഛമായിട്ട്. അതാ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു 25 പൈസയൊക്കെ ഉണ്ടായിരുന്നു പ്ലേറ്റിന്. പെർ പ്ലേറ്റ് 25 പൈസ, 10 പൈസ, അങ്ങനത്തെ ഒരു റേറ്റിലാണ് പോയിക്കൊണ്ടിരിക്കണേ. വിറകടുപ്പായിരുന്നു. അങ്ങനത്തെ ഒരു ഡെവലപ്പ് ആയിട്ടില്ല അപ്പൊ ഈ ഏരിയ. ഇവിടെ കുറെ ലോഡ്ജുകൾ ഉണ്ടായിരുന്നു. പിന്നെ പുറത്തുള്ളവർ അങ്ങനെയൊന്നുമില്ല. പുറത്തുള്ളവര് കൊറേ ലോഡ്ജ് ഉണ്ടായിരുന്നു ഇവിടെ. ആ ലോഡ്ജുകളിൽ താമസിച്ചിട്ട് പിന്നെ ഈ മാർക്കറ്റില് അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരാണ് അവര്. തമിഴ്നാട്. അപ്പൊ അച്ഛന് എല്ലാ ഭാഷ അറിയാവുന്നതുകൊണ്ട് അവരിവിടെ വരും. അല്ല, കുക്കിങ്ങിനാണ് നമുക്ക് ആളുണ്ട്. അപ്പൊ ആളുണ്ട്, എല്ലാത്തിനും ആളുണ്ട്. ആകെ അമ്മ അകത്ത് നിന്ന് എല്ലാം മാനേജ് ചെയ്യും. ഇദ്ദേഹത്തിന് പോലും ഒന്നും ചെയ്യണ്ട. അന്ന് മുമ്പിൽ തുടങ്ങുമ്പോ സ്കൂളിൽ പഠിക്കുന്നു. 8-ലോ 9-ലോ എന്തോ പഠിക്കണം. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പുള്ളി അച്ഛൻ്റെ കൂടെ കൂടിയതാണ്. 90s-ലാണ് ഞങ്ങളുടെ കല്യാണം. ആ സമയത്തൊന്നും ഞാൻ കടയിലൊന്നും വരാറില്ല. അവർക്ക് ഞങ്ങളുടെ ഇതില് ചെറുപ്പക്കാരി പെൺകുട്ടികളൊന്നും ഇങ്ങനെ കടകളിലൊന്നും കേട്ടില്ല. അപ്പൊ അങ്ങനത്തെ മൈൻഡുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ കൊടുത്തു വിടും. അങ്ങനെ ആയിരുന്നു. ഇവര് മാത്രം. ഇവിടെ കുറെ പണിക്കാരും ഉണ്ട്. ആ സമയത്ത് 7 പണിക്കാരൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. പിന്നെ ഇതിങ്ങനെ കുറെ വർഷം ഇങ്ങനെ പോയി. 96-ല് അച്ഛൻ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ വരുന്നത്. 96-ല് അച്ഛൻ പോയതിനു ശേഷം മാർച്ച് 27-ല് അച്ഛൻ പോയി. മാർച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഏപ്രിലായപ്പോഴേക്ക് അച്ഛൻ പോയിട്ട് 16 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ. അപ്പൊ ഒന്നും എനിക്കൊന്നും ചെയ്യണ്ട, ഇവിടെ എല്ലാത്തിനും ആളുണ്ട്. ജസ്റ്റ് ഒന്ന് അമ്മയായിരുന്നു ചെയ്തോണ്ടിരുന്ന ആ സമയത്ത്. അപ്പൊ അമ്മയ്ക്ക് ആ സമയത്ത് വീണിട്ട് കൈ ഒളുങ്ങി ക്ലാസ് വിട്ടിരിക്കുക, വീട്ടിലിരിക്കുക. അച്ഛൻ പോയതുകൊണ്ട് ആ ഒരു ഇതില് വരികയില്ലല്ലോ. അപ്പൊ അമ്മ ചെയ്തോണ്ടിരിക്കണ ആ പൂരി വരുത്തി കൊടുക്കണ ആ ജോലി മാത്രം. ബാക്കി എല്ലാത്തിനും ഇവിടെ ആളുണ്ട്. പിന്നെ ജസ്റ്റ് ക്യാഷിന് വിളിക്കുക, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. ഇപ്പൊ 3 വർഷമായിട്ടുള്ളൂ ഞങ്ങൾ എല്ലാ ജോലികളും ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. ഇപ്പം അത് ആ ഒരു 96-ന്ന് ഇപ്പൊ ഈ ഒരു 2026 ആകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ട്. കാര്യം അല്ല, ഇതിപ്പോ ഇതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നില്ല. അത് ഒരു 2004-2006 ആയപ്പോ ഞങ്ങള് പച്ചാളത്ത് ഒരു വീടെടുത്തു. പഴയ വീടാണ്. അപ്പം 2 ആൺകുട്ടികളെ നല്ലോണം പഠിപ്പിച്ചു. അവരിപ്പോ 2 പേരും ജോലിക്കാരാണ്. പിന്നെ ഇപ്പൊ 2ാമത് ഞങ്ങൾ ആ വീട് പൊളിച്ചിട്ട് വേറെ വീട് വെച്ചു. അപ്പൊ അതൊക്കെ അച്ചീവ്മെന്റ്സ് തന്നെയല്ലേ. പിന്നെ ഇവിടെ വന്ന് അവരുടെ എന്ന് പറഞ്ഞാല് ആത്മാർത്ഥമായിട്ട് പറയാം, എല്ലാവരും തൃപ്തിയോട് തന്നെ പോവാറ്. ഒരാള് പോലും ഒരു നെഗറ്റീവ് അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. പറയാനുള്ള സാഹചര്യം ഞങ്ങൾ ചെയ്തിട്ടില്ല. കാര്യം എന്താ വെച്ചാല് ഞങ്ങൾ ഈച്ച് ആൻഡ് എവരി പേഴ്സൺ 3 പേരും നോക്കിയിട്ട് ഉപ്പും മുളക് എല്ലാം നമുക്ക് തൃപ്തിയായോന്ന്. കാര്യം ആരെന്ത് പറഞ്ഞാലും നമുക്ക് പറഞ്ഞു നിൽക്കാനുള്ള ഇത് വേണമെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ആയോന്ന് നമുക്കൊരു തൃപ്തി വേണം. അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോ അതിന് ഉപ്പുണ്ടോ മുളകുണ്ടോ അതേപോലെ തന്നെ മാക്സിമം നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ചിലപ്പോ സ്പൈസി നമുക്ക് പിന്നെ ഇത് അവൈലബിലിറ്റി കുറവായിരിക്കും. കാരണം സംഭവം പെട്ടെന്ന് തീർന്നു പോകും. അല്ല, പെട്ടെന്ന് തീരുമല്ല, നമ്മുടെ ആ ടൈമിനെ തീരുള്ളൂ. പക്ഷെ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. നമ്മള് പുറത്ത് ഓർഡർ എടുത്തിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ പോയി 1-2 ദിവസം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അതിനുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ വേണം.